അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വിഴിഞ്ഞം നമ്മുടെ മുമ്പിൽ ഇങ്ങനൊരു കോണിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരു ആശയം രൂപപ്പെടുത്താൻ ഇടവന്നതൊന്ന് വിഴിഞ്ഞമാണ്. കാരണം വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 1,00,000 കണ്ടെയ്നർ അല്ല 10,00,000 കണ്ടെയ്നറുകൾ ഇപ്പോൾ കൈമാറി കഴിഞ്ഞു. അപ്പോൾ ഈ 10,00,000 കണ്ടെയ്നർ വരുമ്പോഴത്തെ അതിൻ്റെ ലോജിസ്റ്റിക്സ്, അതിൻ്റെ നമ്മുടെ നാട്ടിലുള്ള സ്റ്റാർട്ടപ്പുകൾ, അതിൻ്റെ ഇൻഡസ്ട്രീസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടൂറിസം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഗവേഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന സമുദ്ര മത്സ്യബന്ധനം, ഇത്തരം ഒട്ടേറെ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞത് വെറും മത്സ്യബന്ധന മേഖല മാത്രം സ്പർശിച്ചല്ല നമ്മൾ പോകുന്നത്. ആ സാധ്യതകളെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ നമുക്ക് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി അനിവാര്യമാണ്, ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് അനിവാര്യമാണ്. ഈ ടെക്നോളജി മാനേജ്മെൻറ്റും നമുക്കുണ്ടെങ്കിൽ നമ്മളെക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കഴിവ്, സ്കില്ല് അവർക്ക് ആവശ്യമാണ്. അവരുടെ ടെക്നോളജിയും അവരുടെ മാനേജ്മെൻറ്റ് സ്കില്ലും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വന്നാൽ നമുക്ക് ഈ സാധ്യതകളെ ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇവിടെ മാത്രമല്ല, ഞങ്ങളിപ്പം പ്രസൻറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തീരമേഖലയിൽ നിരവധി പോർട്ടുകൾ, നിരവധി ഹാർബറുകൾ, അതുപോലെ തന്നെ ഫിഷ് ലാൻഡിങ് സെൻറ്റേഴ്സ്, നമ്മുടെ മത്സ്യബന്ധന മേഖലയിലെ ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള മത്സ്യബന്ധന സംവിധാനങ്ങൾ, അതുപോലെ നമ്മുടെ കുഫൂസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടി, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പർശിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രസൻറ്റേഷൻ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ 1.5 ലക്ഷം കോടി രൂപയുടെ പ്രൊജക്റ്റ് മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഒരു 50,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ വിവിധ വകുപ്പുകളായിട്ട്, ഒരു 2 ലക്ഷം കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാവി നമ്മുടെ സാധ്യതകൾ ഇതിനേക്കാളൊക്കെ വളരെ അപ്പുറമാണ്. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ സെയിലിംഗ് എന്ന് പറയുന്ന സർഫിംഗ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന 2 കോഴ്സുകൾ കേരളത്തിൽ ഞങ്ങളിപ്പോൾ ആരംഭിക്കാൻ ആലോചിക്കുകയാണ്. ഞങ്ങൾ വിദേശ രാജ്യത്തൊക്കെ പോയപ്പോൾ കണ്ടു മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം നമുക്കതിൻ്റെ ഒന്നുമില്ല. അത് ഈ പായ്ക്കപ്പൽ പരിശീലനം, അല്ലെ അതിൻ്റെ പഠനം, അതിൻ്റെ സെയിലിംഗ്, അതിൻ്റെ വിൽപ്പന, അതിൻ്റെ പരിശീലനം, ഈ പറഞ്ഞ സർഫിങ്, അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ വിഷയങ്ങൾ ഈ നമ്മൾ പോയ ഫ്രാൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റി. അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് മോഡേൺ സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞു. അപ്പം ഗവേഷണം, പുതിയ സ്കൂളുകൾ, പുതിയ സിലബസുകൾ, കരിക്കുലം, ഇങ്ങനെ നമ്മൾ വലിയൊരു ഒരു പുതിയ ലോകവുമായിട്ടാണല്ലോ നമ്മൾ ബന്ധപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോകത്ത് മാറ്റത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ദ്വീപായി കേരളം മാറിക്കഴിഞ്ഞു. അപ്പോൾ അവരുമായിട്ട് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകുമ്പോൾ നല്ല പ്രതീക്ഷ നമുക്കുണ്ട്. അവർക്കും നമ്മളെ ആവശ്യമാണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിൽ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ചർച്ചയാണ് ഫ്രാൻസിൽ നമ്മൾ പോയപ്പോൾ നടന്നത്. UN ഉച്ചകോടിയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി വന്നത്. അത് സമുദ്രം വെള്ളം ഉയരും, കേരളത്തിൽ കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങളിൽ അല്ലെ ഭാവിയിൽ തീരമേഖലയിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്നുള്ള ഗവേഷണ റിപ്പോർട്ടുകളാണ് അവരോട് പ്രസൻറ്റ് ചെയ്തത്. അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നുണ്ട്. തുടർന്ന് നമ്മൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് വലിയ വിശദമായ പരിശോധനകളും ഇടപെടലും നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് വിമുക്തമായ സമുദ്രം നമുക്ക് ഏറ്റവും പ്രശ്നമാണ്. സമുദ്രത്തിൽ ഒരു കാരണവശാലും ഡ്രഡ്ജിങ് നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ സമുദ്രത്തിലെ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ പലതിനോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, ഇന്നലെ ഞാൻ കേന്ദ്ര ഗവൺമെൻറ് മന്ത്രി കത്തയച്ചു മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ചില ഇഷ്യൂസ് വെച്ചിട്ട്. അപ്പം ചില പ്രശ്നങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട് എന്നത് വസ്തുതയാണ്. എങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റിനും യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള ലോകത്തെ പല രാജ്യങ്ങളുടെ സഹായത്തിനും കേരളം മുന്നോട്ട് വരുമ്പോൾ കേരളത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന ഏറ്റവും നല്ല ഒരു നിലപാടും നമുക്ക് യോജിക്കാൻ കഴിയും. തീർച്ചയായിട്ടും കേന്ദ്ര ഫിഷറീസ് മന്ത്രിയും സഹമന്ത്രിയും നല്ല ആത്മാർത്ഥമായ സമീപനമാണ് ഈ കാര്യത്തിൽ. അവർ രണ്ടാളും എത്തുന്നതും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ്. വ്യത്യസ്ത രാഷ്ട്രീയം കാണും, പക്ഷേ കേരളത്തിൻ്റെ വികസനത്തിൽ ആ രാഷ്ട്രീയത്തിനപ്പുറമുള്ള യോജിപ്പാണ് സംസ്ഥാന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഏത് കാര്യത്തിലും തുറന്ന മനസ്സോടുകൂടി കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ആ യോജിപ്പിൻ്റെ അന്തരീക്ഷത്തിന് പോകാൻ തയ്യാറാണ്. രാഷ്ട്രീയ നിലപാടുകൾ വേറെ. അപ്പോൾ ആ കാര്യത്തിൽ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് നല്ല ക്രിയാത്മകമായ ഒരു സമീപനമാണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഞാനവരെ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ തന്നെ വളരെ എന്താ പറയുക, ആത്മാർത്ഥമായ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള സഹകരണമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. അവർ രണ്ടുപേരും ഇന്ന് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ഈ ചർച്ചയിൽ പൂർണ്ണമായി ഒരു പങ്കാളികളാകുന്നുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സഹായം യൂറോപ്യൻ യൂണിയനോടൊപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.